ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അങ്കമാലി സ്റ്റൈൽ മീൻ കറിയാണ്. നല്ല മാങ്ങയിട്ട് മീൻ കറി. അങ്കമാലിക്കാർ ഇനി ഇങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല. എൻ്റേതായ രീതിയിലുള്ളൊരു മീൻ കറിയാണ് കാണിക്കുന്നത്. അതിനായി ഒരു ചട്ടിയിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 10 ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത്, ഇഞ്ചി നീളത്തിന് അരിഞ്ഞത്, ഉപ്പ്, കുറച്ച് വിനാഗിരി, പുളിക്ക് ആവശ്യമുള്ളത്, ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം സാദാ എരിവുള്ള മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈവച്ച് തന്നെ ഞെരടുക. ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഞെരടി പിടിപ്പിച്ച് നല്ലവണ്ണം ഒരു മയത്തിലാക്കിയെടുക്കണം. ഞാൻ മേടിക്കാനായിട്ടൊന്ന് വേഷം കിട്ടിയ നല്ല രീതിയിൽ തന്നെ ഇത് ഞെരടി പിഴിയണം. ഈ ഒരു സവാളയിലെ വെള്ളവും ഉള്ളിയിലെ വെള്ളവും എല്ലാം ഇറങ്ങി വരാൻ പാകത്തിന് നന്നായിട്ട് നല്ല പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഞെരടി ഇത് ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് മാറ്റി വയ്ക്കണം. ഒഴിക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് ഞെരടേണ്ടത്. നാളികേരം ചിരവി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും മാറ്റിയിട്ട് 2 കപ്പ് 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിലേക്ക് ഒരു അരമുക്കാൽ മാങ്ങയോളം ചെറുതാക്കി അരിഞ്ഞതും കൂടി നന്നായിട്ടിട്ട് ഞെരടണം. ഇതിലേക്ക് 2 കപ്പ് 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ നോക്കി നല്ലവണ്ണം തിളപ്പിക്കണം. ചെറുതീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തേങ്ങാപ്പാലും ഒരുവിധം വറ്റി മാങ്ങ നന്നായിട്ട് വെന്ത് ആ ഒരു പുളി ഇറങ്ങിയതിന് ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാനിതിൽ നെയ്മീനാണ് ഉപയോഗിക്കുന്നത്. ദശയ്ക്ക് കട്ടിയുള്ള ഏത് മീനും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റെസിപ്പി നോക്കാം. ഈ കറി ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ്. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെയ്മീനിന് ദശയ്ക്ക് ഒരുവിധം കട്ടിയുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ഉടയില്ല. ഈ കറി നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് ആ ഒരു ചൂടിലേക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയുടെ ചൂടിൽ ഈ ഒരു തേങ്ങാപ്പാൽ ചൂടായിക്കോളും. ഇനി ഇത് തിളപ്പിക്കേണ്ടതില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് വറവിടുകയാണ്. ഈ കറി ഈ ഒരു മൺചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് തിളച്ചോട്ടെ. നമുക്കിനി അടുത്തത് ഇതിലേക്ക് വറവിടുകയാണ്. കറി വറവിടാനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ളതിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, വേപ്പില, ഒരു 2-3 വറ്റൽമുളക് ഇവ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഈ മൂത്ത് നല്ല മണം വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയിലേക്ക് യോജിപ്പിച്ചാൽ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അങ്കമാലി സ്റ്റൈൽ മാങ്ങ